കലാഭവൻ മണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ വീടായ മണികൂടാരത്തിൽ പുരോഗമിക്കുകയാണ്. ഇത് അവകാശപ്പെടാനാകുമോ എന്ന കാര്യം സംശയമാണ്. നാട്ടുകാരുമായി അത്രയധികം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു കലാഭവൻ മണി. എപ്പോഴും അവർക്കൊപ്പം അവരുടെ വീട്ടിൽ ഒരാളെന്ന പോലെ എന്ത് കാര്യത്തിനും എന്ത് സഹായത്തിനും കലാഭവൻ മണി മുന്നിലുണ്ടായിരുന്നു. നാട്ടിലെ ഒരു അമ്പലത്തിലെ ഉത്സവമായാലും ശരി, അത് വിഷു ആയാലും ഓണമായാലും അദ്ദേഹം സ്വന്തം നാട്ടുകാർക്കൊപ്പം തന്നെയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഇവിടുത്തെ അമ്പലത്തിന്റെ ഉത്സവം പോലും അദ്ദേഹമാണ് നടത്തിയിരുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം തന്റെ ജീവിതം തുടങ്ങിയത് ഓട്ടോ ഡ്രൈവറായും അതുപോലെ തന്നെ മണൽ വാരൽ തൊഴിലാളിയും എല്ലാം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും ഓണം നാൾ ഉള്ളപ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് ടൗണിൽ അദ്ദേഹം പോകാറുണ്ട് എന്നാണ്. ഇപ്പോൾ തിരക്ക് മൂലം ഇവിടെ ഒരു ക്യാമറ മാധ്യമപ്രവർത്തകർ നിൽക്കാനായി സജ്ജീകരിച്ചിരുന്ന തട്ട് ഒരു തവണ ചെരിഞ്ഞ് ഇടിഞ്ഞു വീഴാറ് അത്രയും തിരക്ക് ആണ്. ഇപ്പോൾ തള്ളിമാറ്റുകയാണ്, ആളുകളെ തള്ളിമാറ്റുന്ന അദ്ദേഹം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് കലാഭവൻ മണിയോട് ചാലക്കുടിക്കാർക്കുള്ള സ്നേഹത്തിന്റെ ഒരു തെളിവ് തന്നെയാണ്. എപ്പോഴും അദ്ദേഹം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഒരു താരജാടയുമില്ലാതെ താനൊരു നടനാണ് അല്ലെങ്കിൽ വലിയ ഒരു പ്രതിഭയാണ്, കലാകാരനാണ് എന്ന ഒന്നുമില്ലാതെ അദ്ദേഹം എപ്പോഴും ഇവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിലൊരാൾക്ക് ഒരു ആവശ്യം വന്നാൽ ഇവിടെയില്ല ചാലക്കുടിക്കാർ നമ്മളോട് അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ സഹായത്തിന് സാമ്പത്തിക സഹായം സംഘടിപ്പിച്ച് നൽകാൻ തന്നെ അദ്ദേഹം കലാഭവൻ മണി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹം എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സമീപകാലത്ത് ഇവിടെ ഒരു ക്യാൻസർ രോഗിയൊക്കെ ചികിത്സാ ചെലവ് കണ്ടെത്താനായി ഒരു പാഠനിശ സംഘടിപ്പിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുക്കുകയും നാദിഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്റ്റേജ് ഷോ അദ്ദേഹത്തിന്റെ തന്നെ ചെലവിൽ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കലാഭവൻ മണി മുന്നിലുണ്ടായിരുന്നു. ചാലക്കുടിക്കാരുടെ ഒരു വികാരം തന്നെയായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് പേർ ഇപ്പോഴും തടിച്ച് കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. കലാഭവൻ മണിയുടെ ചിതയ്ക്ക് സഹോദരിപുത്രൻ ചിതയ്ക്ക് തീ കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ മികച്ച കലാകാരന്മാരിൽ ഒരാളായ കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം ചിത ഏറ്റുവാങ്ങിയിരിക്കുന്നു. അത് ചിതയ്ക്ക് അദ്ദേഹത്തിന്റെ സഹോദരിപുത്രനായ സിനീഷ് ചിതയ്ക്ക് തീ കൊടുത്തിരിക്കുന്നു. മലയാളികളെ ഒരുപാട് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ കരയിപ്പിക്കുകയും ചെയ്ത ഒരു കഥാപാത്രമാണ് ഇപ്പോൾ, ഒരു നടനാണ് ഇപ്പോൾ, ഒരു വ്യക്തിയാണ് ഇപ്പോൾ അഗ്നിക്ക് പാത്രമായിരിക്കുന്നത്.
കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം ചിത ഏറ്റുവാങ്ങിയിരിക്കുന്നു. മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും തൻ്റെ നാടൻ പാട്ടിനൊപ്പം താളം തുള്ളിക്കുകയും ചെയ്ത ആടിക്കുകയും ചെയ്ത വലിയ ഒരു കലാകാരൻ അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിത ഏറ്റുവാങ്ങിയിരിക്കുന്നു. വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് തന്നെയായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. ചടങ്ങുകൾ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത്. അത്രയേറെ പേരാണ് അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയത്. എന്നും പൊട്ടിച്ചിരികൾ മാത്രമുണ്ടായിരുന്ന കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ വീട്ടിൽ ഇന്ന് നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ പൊട്ടിക്കരച്ചിലുകളിലും വിതുമ്പലുകൾക്കും വേദിയായിരിക്കുന്നു. എപ്പോഴും പാട്ടും തമാശയുമായി ഈ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു കലാഭവൻ മണി. നാട്ടുകാർക്കൊപ്പം ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചവർക്കെതിരെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളടക്കമുള്ളവർ വളരെയധികം ദേഷ്യത്തോടെയാണ് സംസാരിക്കേണ്ടി വരുന്നത്. അവർക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ തെറ്റ് പറയാനാകില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ ആയത്. ഗ്യാസാണ് അല്ല സഹകരിക്കും. അഭിവാദ്യങ്ങൾ മുഴക്കി ചാലക്കുടിക്കാരുടെ ചങ്ങാതി, ചാലക്കുടിക്കാർ സ്വകാര്യ അഹങ്കാരമായി പറയാറുള്ള കലാഭവൻ മണി വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിത ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നും തൻ്റെ തമാശയും പാട്ടും കൊണ്ട് സജീവമാക്കി നിർത്തിയിരുന്ന മണികുടരെ വീട്ടിൽ നിന്ന് വിതുമ്പലുകളും കരച്ചിലുകളും മാത്രമാണ് അവശേഷിക്കുന്നത്. ആയിരങ്ങളാണ് അദ്ദേഹത്തിന്റെ അന്തിമോപചാരത്തിനായി ഇവിടെ എത്തിയിരുന്നത്. എന്താ അവസ്ഥ നോക്കില്ല, ഇത് പോയിക്കൊണ്ടിരിക്കണം. കലാഭവൻ മണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കലാഭവൻ മണി മൃതദേഹം അദ്ദേഹത്തിന്റെ വീടായ മണികൂടാരത്തിലെ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിച്ചു. കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത്ര വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് കലാഭവൻ മണിക്ക് വിട നൽകിയത്. സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ കലാഭവൻ മണിയെ കാണാനായി അദ്ദേഹത്തിന്റെ ജന്മനാടായ ചാലക്കുടിയിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ എത്തിയിരുന്നു. നിരവധി ആളുകളാണ് ചാലക്കുടി എന്ന ഒരു പ്രദേശത്തെ വികാരമായി നെഞ്ചേറ്റിയ കലാഭവൻ മണിക്ക് യാത്രയയപ്പ് നൽകുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു വിട നൽകുന്നതിന് വേണ്ടി ചാലക്കുടിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ ഇന്ന് പൊതുദർശനം വൈകുന്നേരം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ജനത്തിരക്ക് മൂലം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾക്കും വേണ്ടി മാത്രമുള്ള ചെറിയ ചടങ്ങുകൾ മാത്രമാണ് അവിടെ നടന്നത്. തുടർന്ന് പരമ്പരാഗത ചടങ്ങുകളോടുകൂടിയാണ് കലാഭവൻ മണിക്ക് കേരളം വിട നൽകിയത്. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ് ചിതയ്ക്ക് തീ നൽകിയത്.
കലാഭവൻ മണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി.